ഇക്കിഗായ് ജീവിക്കാൻ ഒരു കാരണം, സന്തോഷത്തിനപ്പുറം അർത്ഥം തേടുന്ന ജീവിതയാത്ര. എല്ലാം ശരിയായിട്ടും എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഉള്ളിലൊരു ശൂന്യത തോന്നുന്നത്? സന്തോഷമുണ്ടെങ്കിലും എന്തോ കുറവുണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് സ്വയം നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? ജീവിതം നമുക്ക് ലഭിച്ച സൗഭാഗ്യമാണ്. പക്ഷേ അത് ജീവിച്ചു തീർക്കാൻ നമ്മളൊരു കാരണം കണ്ടെത്തിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ പരാജയത്തിന്റെ അടയാളമല്ല, മറിച്ച് ബോധവൽക്കരണത്തിന്റെ തുടക്കമാണ്. കാരണം മനുഷ്യൻ സന്തോഷം മാത്രമല്ല തേടുന്നത്, അവൻ അർത്ഥവും തേടുന്നു. ആ അർത്ഥത്തിന്റെ ജാപ്പനീസ് പേരാണ് ഇക്കിഗായ്, ജീവിക്കാനുള്ള കാരണം. ഇക്കിഗായ് ഒരു വലിയ തത്വചിന്തയല്ല, അതുപോലെ അത് ഒരു ആത്മീയ ഉപദേശവുമല്ല. വളരെ ലളിതമായ പക്ഷേ അത്ര തന്നെ ആഴമുള്ള ഒരു ചോദ്യമാണ് ഇക്കിഗായ് ഉന്നയിക്കുന്നത്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണമുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ ജീവിതം അതിൻ്റെ ഭാരം തനിയെ കുറയ്ക്കാൻ തുടങ്ങും. ഈ ഓഡിയോ ബുക്ക് ഇക്കിഗായ് എന്ന ജീവിത ദർശനം വിശദീകരിക്കുന്നു. ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നമ്മൾ സമീപിക്കേണ്ട രീതികളും വെറും സന്തോഷം എന്നതിലപ്പുറം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനുള്ള 6 വഴികളും ഈ ഓഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇത്തരം നിരവധി ഓഡിയോ ബുക്കുകളും പുസ്തകാസ്വാദനങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. അവ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നാണ് സന്തോഷം. സന്തോഷം വേണം, സന്തോഷത്തോടെ ജീവിക്കണം, സന്തോഷം കിട്ടുന്ന ജീവിതം വേണം. ഈ ആഗ്രഹങ്ങളാണ് പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളെ നയിക്കുന്നത്. എന്നാൽ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ ഒരിക്കലെങ്കിലും ഒരു നിശബ്ദമായ ചോദ്യം മനസ്സിലുയരും. എല്ലാം ഉണ്ടായിട്ടും എനിക്ക് എന്തോ കുറവുണ്ടെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ ലോകം നമ്മെ എപ്പോഴും പുറത്തേക്ക് നോക്കാനാണ് പഠിപ്പിക്കുന്നത്. എന്ത് നേടണം, എത്ര സമ്പാദിക്കണം, മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണണം, ഇവയാണ് വിജയത്തിന്റെ അളവുകോലുകൾ. എന്നാൽ ഈ അളവുകൾ കൃത്യമായിട്ടും ഉള്ളിൽ ശൂന്യത അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. ഇക്കിഗായ് ഈ ശൂന്യതയുടെ വേരിലേക്ക് നോക്കുന്നു. പ്രശ്നം കുറവുകളല്ല, ബന്ധം നഷ്ടപ്പെട്ടതാണ്, സ്വന്തം ജീവിതത്തോടുള്ള ബന്ധം. ഇക്കിഗായ് നമ്മോട് ജീവിതം മുഴുവൻ മാറ്റാൻ ആവശ്യപ്പെടുന്നില്ല. ജോലി ഉപേക്ഷിക്കണം, എല്ലാം വിട്ടൊഴിയണം, പുതിയ ലോകത്തിലേക്ക് കുതിച്ചു ചാടണം, ഇവയൊന്നും ഇക്കിഗായുടെ നിർദ്ദേശങ്ങളല്ല. മറിച്ച് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിനുള്ളിൽ തന്നെ അർത്ഥം കണ്ടെത്താൻ പഠിപ്പിക്കുന്ന ഒരു ദർശനമാണത്. ചെറിയ കാര്യങ്ങളിൽ, ദിവസേനയുള്ള പ്രവൃത്തികളിൽ, മനുഷ്യബന്ധങ്ങളിൽ, സേവനത്തിൽ, എവിടെയും ഇക്കിഗായ് ഒളിഞ്ഞിരിക്കാം. ഈ ആസ്വാദനം ഇക്കിഗയെ ഒരു സിദ്ധാന്തമായി അവതരിപ്പിക്കുന്നില്ല, അതിനെ ഒരു ജീവിത സഹായിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സന്തോഷത്തിനും അർത്ഥത്തിനും ഇടയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ജോലി എന്ന ആശയത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ, ഭയങ്ങളും സാമൂഹിക പ്രതീക്ഷകളും സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ, ഇവയെല്ലാം ഇക്കിഗായുടെ കണ്ണിലൂടെ പരിശോധിക്കുന്നു. ഈ പുസ്തകാസ്വാദനത്തിലെ ഓരോ അധ്യായവും ഒരു ഉത്തരമല്ല, ഒരു സംഭാഷണമാണ്. വായനക്കാരനോട് സംസാരിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, പതുക്കെ അവരുടെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭാഷണം. ഇക്കിഗായ് കണ്ടെത്തുക എന്നത് ഒരൊറ്റ നിമിഷത്തിൽ സംഭവിക്കുന്ന കണ്ടെത്തലല്ല, അത് ഒരു യാത്രയാണ്. സ്വന്തം ജീവിതത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്ന ഒരു യാത്ര. നിങ്ങൾ ഈ ഓഡിയോ കേൾക്കുമ്പോൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എനിക്ക് ജീവിക്കാനുള്ള കാരണം എന്താണ്? ഈ ചോദ്യം സത്യസന്ധമായി കേൾക്കാൻ തയ്യാറാകണം. അവിടെ നിന്നാണ് ഇക്കിഗായ് തുടങ്ങുന്നത്. ഇക്കിഗായ് സന്തോഷമല്ല, ജീവിതത്തിനുള്ള കാരണമാണ്. ജീവിതത്തിൽ സന്തോഷം തേടാത്ത മനുഷ്യർ ഉണ്ടാകില്ല. പക്ഷേ ജപ്പാനീസ് ജീവിത ദർശനമായ ഇക്കിഗായ് ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. നിങ്ങൾ സന്തോഷവാനാണോ എന്നതല്ല, നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണമുണ്ടോ എന്നതാണ്. ഈ ചോദ്യം ലളിതമായി തോന്നിയാലും മനുഷ്യന്റെ ജീവിത ദിശ മുഴുവൻ മാറ്റിമറിക്കാനുള്ള ശക്തി ഇതിലുണ്ട്. ഇക്കിഗായ് സന്തോഷത്തെ നിഷേധിക്കുന്നില്ല, അതുപോലെ സന്തോഷത്തെ ജീവിതത്തിന്റെ കേന്ദ്രമായും വെക്കുന്നില്ല. സന്തോഷം ഒരു വികാരമാണ്, അത് വരും പോകും. എന്നാൽ ഇക്കിഗായ് ഒരു നിലപാടാണ്. നിങ്ങൾ ജീവിക്കുന്നത് എന്തിനാണ് എന്ന ബോധം. ആ ബോധമുണ്ടെങ്കിൽ സന്തോഷമില്ലാത്ത ദിവസങ്ങളും ജീവിതത്തെ അർത്ഥശൂന്യമാക്കില്ല.
ഇന്നത്തെ ലോകം സന്തോഷത്തെ പുറത്തുള്ള കാര്യങ്ങളോട് ബന്ധിപ്പിക്കുകയാണ്. നല്ല ജോലി, നല്ല ശമ്പളം, അംഗീകാരം, സുരക്ഷ ഇവയെല്ലാം ലഭിച്ചാൽ ജീവിതം ശരിയാകുമെന്ന് നമ്മൾ പഠിക്കുന്നു. എന്നാൽ ഇവയൊക്കെ ഉണ്ടായിട്ടും ഉള്ളിൽ ഒരു ശൂന്യത അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റും ഏറെയാണ്. ഇക്കിഗായ് ഇവിടെ ഒരു നിശബ്ദ സത്യം പറയുന്നു. ജീവിതം ശൂന്യമാകുന്നത് കുറവുള്ളതിനാലല്ല, അർത്ഥം ഇല്ലാത്തതിനാലാണ്. ഇക്കിഗായ് ഒരു വലിയ ലക്ഷ്യമല്ല. അത് ഒരു ദിവസം ഞാനിത് നേടും, അല്ലെങ്കിൽ ഞാൻ വിജയിക്കും എന്ന് തുടങ്ങുന്ന സ്വപ്നമല്ല. മറിച്ച് ഇന്ന് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് കിട്ടുന്ന ലളിതമായ ഒരു ഉത്തരമാണ്. ഒരു വയോധികൻ രാവിലെ എഴുന്നേറ്റ് തോട്ടം നനയ്ക്കുന്നത്, ഒരമ്മ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്, വിദ്യാർത്ഥിയുടെ കണ്ണുകളിലെ ആത്മവിശ്വാസം അധ്യാപകൻ കാണുന്നത്, ഇവയെല്ലാം ഇക്കിഗായുടെ രൂപങ്ങളാണ്. ജാപ്പനീസ് സംസ്കാരത്തിൽ ഇക്കിഗായ് ദീർഘായുസ്സുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഇക്കിഗായ് ഉള്ളവർക്ക് ജീവിതം ഒരു ഭാരമല്ല, അവർക്ക് ചെയ്യാനുള്ളത് ഉണ്ടാകും. അവർ ആവശ്യക്കാരാണെന്ന ബോധം അവർക്കുണ്ടാകും. ഈ ബോധമാണ് മനുഷ്യനെ ഉള്ളിൽ നിന്ന് ജീവനോടെ നിർത്തുന്നത്. ശരീരത്തിന്റെ ശക്തി കുറഞ്ഞാലും മനസ്സിന്റെ ദിശ നഷ്ടപ്പെടുന്നില്ല. പലർക്കും ഇക്കിഗായ് ഒരു വലിയ കണ്ടെത്തലായി തോന്നും. പക്ഷേ യാഥാർത്ഥ്യം, ഇക്കിഗായ് പലപ്പോഴും ചെറിയ കാര്യങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായി സന്തോഷം തരുന്ന കാര്യങ്ങൾ, നമുക്ക് അർത്ഥം തോന്നിക്കുന്ന പ്രവർത്തികൾ, ഇവയെ നാം ചെറുതാണ് എന്ന് കരുതി അവഗണിക്കും. എന്നാൽ ജീവിതത്തിന്റെ അർത്ഥം പലപ്പോഴും അത്രയേറെ ലളിതമാണ്. ഇക്കിഗായ് കണ്ടെത്താൻ പുറത്തേക്കോടേണ്ടതില്ല, അതിനായി ലോകം മാറേണ്ടതുമില്ല. നിങ്ങളുടെ ദിവസങ്ങളെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴാണ് സമയം മറക്കുന്നത്? ഏത് നിമിഷത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളായി തോന്നുന്നത്? ഈ ചോദ്യങ്ങളിലേക്കുള്ള ശ്രദ്ധ തന്നെയാണ് ഇക്കിഗായിലേക്കുള്ള ആദ്യപടി. സമൂഹം നമ്മോട് പലപ്പോഴും ചോദിക്കുന്നത് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ്. ഇക്കിഗായ് നമ്മോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്നാണ്. ഈ രണ്ടിനുമിടയിലെ വ്യത്യാസമാണ് മനുഷ്യനെ യന്ത്രത്തിൽ നിന്നും വേർതിരിക്കുന്നത്. ഒന്നാമത്തേത് ജോലി വ്യക്തമാക്കും, രണ്ടാമത്തേത് ജീവിതം വ്യക്തമാക്കും. ഇവിടെ നമുക്ക് ഒരു ലളിതമായ ബോധ്യമുണ്ടാകുന്നു. സന്തോഷം ജീവിതത്തിന്റെ ലക്ഷ്യമല്ല, ഇക്കിഗായ് ആണ്. സന്തോഷം പലപ്പോഴും ഇക്കിഗായിയുടെ ഉപഫലമായാണ് വരുന്നത്. പക്ഷേ ഇക്കിഗായ് ഇല്ലാതെ സന്തോഷം ദീർഘകാലം നിലനിൽക്കില്ല. ജീവിതം ഒരിക്കൽ നമ്മോട് ചോദിക്കും, നിനക്ക് ജീവിക്കാൻ കാരണമുണ്ടായിരുന്നോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. ചെറിയ ശ്രദ്ധയോടെ, ചെറിയ സത്യസന്ധതയോടെ നമ്മുടെ സ്വന്തം ഇക്കിഗായ് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അർത്ഥമുള്ള ജോലി, ഇക്കിഗായ് കാണിച്ചു തരുന്ന ജീവിത ദിശ. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന് ജോലി എന്നത് ഉപജീവനത്തിന് മാത്രം വേണ്ട ഒന്നായി ചുരുക്കുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത, മാസാവസാനം ശമ്പളം ലഭിക്കാൻ വേണ്ട ഒരു ക്രമീകരണം, ഇങ്ങനെ ജോലി ജീവിതത്തിന്റെ പുറത്തുള്ള ഒരു ഘടകമായി മാറുമ്പോഴാണ് മനുഷ്യന് മനസ്സ് മടുക്കുന്നത്. ഇക്കിഗായ് ഈ കാഴ്ചപ്പാടിനെ ശാന്തമായി പക്ഷേ ശക്തമായി ചോദ്യം ചെയ്യുന്നു. ഇക്കിഗായ് അനുസരിച്ച് ജോലി എന്നത് ജീവിതത്തിൽ നിന്ന് വേർതിരിക്കാവുന്ന ഒന്നല്ല, അത് നിങ്ങൾ ആരാണെന്നതിൻ്റെ ഒരു പ്രകടനമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ വിലമതിക്കുന്ന കാര്യങ്ങളോട് എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പദവിയോ വലിയ ശമ്പളമോ ഇല്ലാത്ത ജോലികളും അർത്ഥമുള്ളതാകാം. അതേസമയം സമൂഹം വിജയം എന്ന് വിളിക്കുന്ന ജോലികൾ പോലും അർത്ഥശൂന്യവുമായിരിക്കാം. ഇന്നത്തെ ലോകത്ത് നല്ല ജോലി എന്നതിന് ഒരു പൊതുവായ നിർവചനമുണ്ട്. സുരക്ഷ, സ്ഥിരത, വരുമാനം, ഈ 3 ഘടകങ്ങളും ജീവിതത്തിൽ ആവശ്യമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ഇക്കിഗായ് ചോദിക്കുന്നത് ഇതിനു പുറമേയുള്ള ഒരു ചോദ്യമാണ്. ഈ ജോലി നിനക്ക് ജീവിക്കാൻ ഒരു കാരണം നൽകുന്നുണ്ടോ? ഈ ചോദ്യം അവഗണിക്കുമ്പോഴാണ് ആളുകൾ വർഷങ്ങളോളം ഒരു വഴിയിൽ നടക്കുകയും പിന്നെ ഒരു ദിവസം എവിടേക്കാണ് ഞാൻ പോയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നത്. മനുഷ്യനും അവന്റെ പ്രവർത്തനവും തമ്മിലുള്ള ബന്ധമാണ് ഇക്കിഗായിയുടെ ഹൃദയം. ഒരാൾ തന്റെ ജോലിയിൽ മുഴുകുമ്പോൾ, സമയം മറക്കുമ്പോൾ, ക്ഷീണം പോലും അർത്ഥവത്തായി തോന്നുമ്പോൾ അവിടെയാണ് ഇക്കിഗായ് പ്രവർത്തിക്കുന്നത്. ഇത് എല്ലായ്പ്പോഴും വലിയ ജോലികളിൽ മാത്രമല്ല. ഒരു കർഷകൻ മണ്ണുമായി സംസാരിക്കുന്നതിലും, ഒരു കരകൗശലക്കാരൻ തന്റെ കൈപ്പണിയിൽ മുഴുകുന്നതിലും, ഒരു അധ്യാപകൻ കുട്ടിയുടെ വളർച്ച കാണുന്നതിലും ഇക്കിഗായ് ഉണ്ട്. പലർക്കും തോന്നുന്ന ഒരു സംശയമുണ്ട്,
എനിക്ക് ഇപ്പോഴുള്ള ജോലിയിൽ ഇക്കിഗായ് കണ്ടെത്താൻ കഴിയുമോ? ഇക്കിഗായുടെ ഉത്തരം വളരെ ലളിതമാണ്. പലപ്പോഴും ജോലി മാറ്റേണ്ടതില്ല. ജോലി ചെയ്യുന്നതിൻ്റെ അർത്ഥം മാറ്റിയാൽ മതി. നിങ്ങൾ ചെയ്യുന്ന ജോലി മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെ സ്പർശിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അതിന് ഒരു പുതിയ ആഴം ലഭിക്കും. അതേസമയം ചിലർക്ക് ഇക്കിഗായ് മറ്റൊരു വഴിയിലായിരിക്കാം. പക്ഷേ ഇക്കിഗായ് ഒരിക്കലും പെട്ടെന്നുള്ള മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നില്ല. ജാപ്പനീസ് ജീവിത ദർശനത്തിൽ മാറ്റം പതുക്കെയാണ്. ഉള്ളിൽ വ്യക്തത വന്നാൽ പുറം ലോകത്തിലെ തീരുമാനങ്ങൾ സ്വാഭാവികമായി മാറും. ഇക്കിഗായ് നമ്മോട് ആവശ്യപ്പെടുന്നത് ക്ഷമയാണ്. സ്വന്തം വഴിയെ കണ്ടെത്താനുള്ള ക്ഷമ. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഈ ഘട്ടത്തിൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നു. എന്ത് പഠിക്കണം, എന്ത് ജോലി തിരഞ്ഞെടുക്കണം എന്ന ചോദ്യങ്ങൾ അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഇക്കിഗായ് ഇവയ്ക്ക് നേരിട്ട് ഉത്തരങ്ങൾ നൽകുന്നില്ല, മറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. എനിക്ക് ഏത് പ്രവർത്തനത്തിലാണ് അർത്ഥം തോന്നുന്നത്? എനിക്ക് സമൂഹത്തിന് എന്ത് നൽകാനാകും? ഈ ചോദ്യങ്ങൾ നമ്മെ വ്യക്തമായ ഉത്തരങ്ങളിലേക്ക് നയിക്കും. ഇക്കിഗായുടെ പ്രത്യേകത അത് ഒരേ ജീവിത ദിശ എല്ലാവർക്കും നിർദ്ദേശിക്കുന്നില്ല എന്നതാണ്. ഓരോ മനുഷ്യന്റെയും ഇക്കിഗായ് വ്യത്യസ്തമാണ്. ഒരാളുടെ ഇക്കിഗായ് മറ്റൊരാളുടെ ജീവിതപാതയാകണമെന്നില്ല. അതുകൊണ്ടുതന്നെ താരതമ്യം ഇക്കിഗായുടെ ഏറ്റവും വലിയ ശത്രുവാണ്. നിങ്ങളുടെ വഴിയുടെ ശരിതെറ്റുകൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇക്കിഗായ് ചോദിക്കുന്ന 4 ചോദ്യങ്ങൾ. നിങ്ങൾക്കിഷ്ടമുള്ളതെന്ത്? വാട്ട് ഡു യു ലവ്? നിങ്ങൾ നന്നായി ചെയ്യുന്നതെന്ത്? വാട്ട് ആർ യു ഗുഡ് അറ്റ്? ലോകത്തിന് ആവശ്യമുള്ളതെന്ത്? വാട്ട് ഡസ് ദ വേൾഡ് നീഡ്? നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത്? വാട്ട് ക്യാൻ യു ബി പെയ്ഡ് ഫോർ? ഇക്കിഗായ് ഈ ചോദ്യങ്ങളിലൂടെ മനുഷ്യജീവിതത്തെ 4 വ്യത്യസ്ത ദിശകളിൽ നിന്ന് പരിശോധിക്കുകയാണ്. ഓരോ ചോദ്യവും നമ്മുടെ ഉള്ളിലെ ഒരു വലിയ ആവശ്യത്തെ സ്പർശിക്കുന്നു. അവയെ വേർതിരിച്ചു നോക്കുമ്പോഴാണ് അവ ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ജീവിതാർത്ഥം എത്ര ശക്തമാണെന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് എന്ന ചോദ്യം ഹൃദയത്തോടാണ് സംസാരിക്കുന്നത്. സമയം മറന്നു പോകും വരെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, കുട്ടിക്കാലം മുതൽ തന്നെ നമ്മളെ ആകർഷിച്ചിരുന്ന പ്രവൃത്തികൾ, ഇവയാണിതിൽ വരുന്നത്. ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരു ലാളിത്യവും സന്തോഷവും ഉണ്ടാകും. എന്നാൽ അത് മാത്രം മതിയാകില്ല. കാരണം ഇഷ്ടമുള്ളതിലെല്ലാം ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയണമെന്നില്ല. നിങ്ങൾ നന്നായി ചെയ്യുന്നതെന്ത് എന്ന ചോദ്യം കഴിവുകളെക്കുറിച്ചാണ്. പരിശീലനം, അനുഭവം, പരിശ്രമം ഇവയുടെ ഫലമായി നമ്മൾ ശക്തരാകുന്ന മേഖലകൾ. പലപ്പോഴും ആളുകൾ ഇഷ്ടമുള്ളതും കഴിവുള്ളതും ഒരുപോലെയെന്ന് കരുതുന്നു. പക്ഷേ സത്യം അങ്ങനെയല്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാകാം, പക്ഷേ അതിൽ നാം ശരാശരിയിലോ അതിലും താഴെയോ ആയിരിക്കും. കഴിവ് തിരിച്ചറിയുമ്പോഴാണ് ആത്മവിശ്വാസം വളരുന്നത്. ലോകത്തിന് ആവശ്യമുള്ളതെന്ത് എന്ന ചോദ്യം നമ്മളെ വ്യക്തിത്വത്തിന്റെ പരിധി കടത്തിക്കൊണ്ടുപോകുന്നു. സമൂഹം, മനുഷ്യർ, പ്രകൃതി ഇവയ്ക്കെല്ലാം വേണ്ടിയുള്ള ഒരു സംഭാവനയാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരാൾക്ക് തന്റെ കഴിവും ഇഷ്ടവും ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമ്പോഴാണ് ജോലി ഒരു സേവനമായി മാറുന്നത്. ഈ ഘട്ടത്തിലാണ് ജീവിതത്തിന് പ്രാധാന്യമുണ്ടാകുന്നത്. നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന ചോദ്യം യാഥാർത്ഥ്യബോധത്തിന്റെ ശബ്ദമാണ്. ഭക്ഷണം, താമസം, സുരക്ഷ, സ്വാതന്ത്ര്യം ഇവയ്ക്കെല്ലാം സാമ്പത്തിക അടിസ്ഥാനം വേണം. പ്രതിഫലം ലഭിക്കാത്ത ഇഷ്ടവും കഴിവും ദീർഘകാലം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് ഇക്കിഗായ് ആത്മീയ ആശയം മാത്രമല്ല, പ്രായോഗിക ജീവിത ദർശനവും കൂടിയാണ് എന്ന് പറയുന്നത്. ഈ 4 ചോദ്യങ്ങളും വേർതിരിച്ചു നോക്കിയാൽ ഓരോന്നും അപൂർണമാണ്. ഇഷ്ടമുണ്ട്, പക്ഷേ പ്രതിഫലമില്ല, ഒരു ഹോബി. കഴിവുണ്ട്, പക്ഷേ ഇഷ്ടമില്ല, ഇത് സമ്മർദ്ദമുള്ള ഒരു ജോലിയായിരിക്കാം. ലോകത്തിന് ആവശ്യമുണ്ട്, പക്ഷേ പ്രതിഫലമില്ല, ഇതാണ് ത്യാഗം. പ്രതിഫലമുണ്ട്, പക്ഷേ ഇഷ്ടവും അർത്ഥവും ഇല്ല, അവിടെ നമുക്ക് വലിയ ശൂന്യത അനുഭവപ്പെടുന്നു. പക്ഷേ ഈ 4ഉം ഒന്നിക്കുന്ന ഇടത്ത് ജോലി സന്തോഷമാകുന്നു, കഴിവ് സേവനമാകുന്നു, ജീവിതം ഒരു ബാധ്യതയല്ല, ഒരു അർത്ഥമുള്ള യാത്രയാകുന്നു. അതാണ് ഇക്കിഗായ് പറയുന്നത്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ കാരണം നൽകുന്ന ഒന്നാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം. അർത്ഥമുള്ള ജോലി കണ്ടെത്തുക എന്നത് ജീവിതം പൂർണ്ണമായി മാറ്റുന്ന ഒരു സംഭവമല്ല, അത് പതുക്കെ രൂപപ്പെടുന്ന ഒരു ബോധ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയൊരു അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ
ഇത് എനിക്ക് വേണ്ടിയാണ് എന്ന് മനസ്സ് പറയുന്ന നിമിഷങ്ങൾ, അവയൊക്കെയാണ് ഇക്കിഗായിയുടെ അടയാളങ്ങൾ. അവസാനം ഇക്കിഗായ് ജോലി എന്ന ആശയത്തെ ഒരു ചോദ്യത്തിലേക്ക് ചുരുക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാൻ കാരണമാകുന്നുണ്ടോ എന്നതാണ് ആ ചോദ്യം. ഈ ചോദ്യം സത്യസന്ധമായി കേൾക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിത ദിശ നിശബ്ദമായി പക്ഷേ വ്യക്തമായി മാറിത്തുടങ്ങും. ഭയങ്ങളും സാമൂഹിക പ്രതീക്ഷകളും നമ്മെ വഴിതെറ്റിക്കുന്നത് എന്ത്? മനുഷ്യന്റെ ഉള്ളിൽ ഇക്കിഗായ് പലപ്പോഴും വ്യക്തമായിരിക്കും, പക്ഷേ അത് പുറത്തേക്കു വരുന്നതിനെ തടയുന്ന അദൃശ്യ മതിലുകളുണ്ട്. അവയിൽ ഏറ്റവും ശക്തമായത് ഭയവും സാമൂഹിക പ്രതീക്ഷകളും തന്നെയാണ്. എനിക്ക് ജീവിക്കാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യത്തിനുള്ളിൽ ഒരു മറുപടി ഉണ്ടെങ്കിലും ലോകം എന്തു പറയും എന്ന ചോദ്യം അതിനെ മൂടിക്കെട്ടും. ഭയം പല രൂപത്തിലാണ് വരുന്നത്. സാമ്പത്തിക ഭയം, പരാജയ ഭയം, പരിഹാസ ഭയം, ഒറ്റപ്പെടുമോ എന്ന ഭയം. ഈ ഭയങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ സുരക്ഷിതമായ വഴികളെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. ആ വഴികൾ പലപ്പോഴും സമൂഹം അംഗീകരിക്കുന്നതും ആയിരിക്കും. പക്ഷേ അവ സ്വന്തം ഉള്ളിലെ ശബ്ദത്തോട് പൊരുത്തപ്പെടണമെന്നില്ല. ഇക്കിഗായ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സുരക്ഷയും അർത്ഥവും എല്ലായ്പ്പോഴും ഒരേ വഴിയിലല്ല എന്നതാണ്. സാമൂഹിക പ്രതീക്ഷകൾ ഭയത്തെ കൂടുതൽ ശക്തമാക്കുന്നു. കുടുംബം, ബന്ധുക്കൾ, സമൂഹം എല്ലാവർക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ടാകും. ആ പ്രതീക്ഷകൾ പലപ്പോഴും സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ അവ വ്യക്തിയുടെ ഉള്ളിലെ വിളിയെ കേൾക്കാൻ അനുവദിക്കാത്ത ഒരു ശബ്ദമായി മാറുമ്പോൾ നാം മറ്റൊരാളുടെ സ്വപ്നത്തിനായി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇക്കിഗായ് വ്യക്തിപരമാണ്. അത് മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ താരതമ്യം മനുഷ്യന്റെ ശീലമാണ്. അവൻ എവിടെ എത്തി? അവൾ എന്ത് നേടി? ഇത്തരം ചോദ്യങ്ങൾ നമ്മെ നമ്മുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കും. ജാപ്പനീസ് ജീവിത ദർശനം പറയുന്നത് മറ്റൊരാളുടെ സമയരേഖ നമ്മുടെ ജീവിതത്തിന് മാനദണ്ഡമാകരുത് എന്നാണ്. ഓരോ ജീവിതത്തിനും അതിൻ്റെ തന്നെ വേഗവും സമയവുമുണ്ട്. ഭയങ്ങൾ പലപ്പോഴും നമ്മെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് തള്ളിവിടുന്നില്ല, മറിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ വേണ്ട, പിന്നെ നോക്കാം എന്ന വാക്കുകൾ വർഷങ്ങളോളം നമ്മെ പുറകോട്ട് നയിക്കും. അപ്പോഴേക്കും ഇക്കിഗായ് ശബ്ദമില്ലാതെ പിന്നിലേക്ക് മാറിയിരിക്കും. കാരണം അതിന് ശ്രദ്ധ വേണം. ശ്രദ്ധ കിട്ടാത്ത വിളികൾ പതുക്കെ മങ്ങും. ഇക്കിഗായ് ധൈര്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് അപകടകരമായ എടുത്തുചാട്ടം ആവശ്യപ്പെടുന്നില്ല. ജാപ്പനീസ് സംസ്കാരത്തിൽ മാറ്റം പതുക്കെയാണ്. ചെറിയ തീരുമാനങ്ങൾ, ചെറിയ മാറ്റങ്ങൾ, ഇവയിലൂടെയാണ് വലിയ ദിശാമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഭയത്തെ നേരിടാൻ വേണ്ടത് വലിയ പ്രഖ്യാപനങ്ങളല്ല, സ്വന്തം ഉള്ളിലെ ശബ്ദത്തെ ദിവസേന അല്പം കൂടി കേൾക്കാനുള്ള തയ്യാറെടുപ്പാണ്. സാമൂഹിക പ്രതീക്ഷകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക എളുപ്പമല്ല, പക്ഷേ അവയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുക സാധ്യമാണ്. ഇത് എനിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശ്വാസത്തിനു വേണ്ടിയാണോ എന്ന ചോദ്യം പതുക്കെ മനസ്സിലുയരുമ്പോൾ ഇക്കിഗായ് കാഴ്ചയിൽ വരാൻ തുടങ്ങും. ഈ ചോദ്യം കുറ്റബോധത്തോടെ ചോദിക്കേണ്ടതല്ല, സത്യസന്ധതയോടെ ചോദിച്ചാൽ മതി. ഇക്കിഗായ് നമ്മെ ഒറ്റപ്പെടുത്താൻ പഠിപ്പിക്കുന്നില്ല, മറിച്ച് നമ്മെ നമ്മളോടടുപ്പിക്കുന്നു. സ്വയം മനസ്സിലാക്കിയാൽ മറ്റുള്ളവരോട് ബന്ധപ്പെടുന്നതും കൂടുതൽ അർത്ഥവത്താകും. ഭയം കുറയുമ്പോൾ, താരതമ്യം മങ്ങുമ്പോൾ മനുഷ്യൻ തൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങും. നമ്മെ വഴിതെറ്റിക്കുന്നത് നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ ഭയങ്ങളാണ്. നമ്മെ നിശ്ചലമാക്കുന്നത് സമൂഹമല്ല, സമൂഹത്തിന്റെ ശബ്ദത്തെ നമ്മൾ ഉള്ളിൽ പകർത്തുന്നതാണ്. ഇക്കിഗായ് കണ്ടെത്തുക എന്നത് ഭയം ഇല്ലാതാക്കുക എന്നതല്ല, ഭയത്തിനിടയിലും സ്വന്തം വഴിയെ കൈവിടാതിരിക്കുക എന്നതാണ്. ആ ബോധം വന്നാൽ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കുള്ള മറുപടിയല്ലാതെ സ്വന്തം അർത്ഥത്തിന്റെ ശാന്തമായ യാത്രയായി മാറിത്തുടങ്ങും. സന്തോഷവും അർത്ഥവും ഒരുമിക്കുന്ന ജീവിതം, ഇക്കിഗായുടെ സമതുലിതാവസ്ഥ. മനുഷ്യൻ ജീവിതം മുഴുവൻ തേടുന്ന ഒന്നാണ് സന്തോഷം. എന്നാൽ സന്തോഷം തേടുന്നതിനിടയിൽ തന്നെ അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റും കൂടുതലായി കാണുന്നത്. ഇക്കിഗായ് ഈ സംഘർഷത്തെ നിഷേധിക്കുന്നില്ല, മറിച്ച് അതിനെ ശാന്തമായി ഒന്നിപ്പിക്കുന്നു. സന്തോഷവും അർത്ഥവും രണ്ടും ഒരുമിച്ച് ജീവിക്കാവുന്നതാണ് എന്ന ബോധ്യത്തിലേക്കാണ് ഇക്കിഗായ് നമ്മെ നയിക്കുന്നത്. ഇക്കിഗായ് അനുസരിച്ച് സന്തോഷം ഒരു ലക്ഷ്യമല്ല, അത് ഒരു അനുഭവമാണ്. അർത്ഥം ഒരു വികാരമല്ല, അത് ഒരു ദിശയാണ്.
ദിശയുണ്ടെങ്കിൽ യാത്രയിലെ ഓരോ അനുഭവത്തിനും സ്ഥാനം ലഭിക്കും. ചില ദിവസങ്ങൾ സന്തോഷകരമായിരിക്കും, ചില ദിവസങ്ങൾ മടുപ്പിക്കുന്നതും തളർത്തുന്നതുമായിരിക്കും. പക്ഷെ അർത്ഥമുള്ള ദിശയിലാണെങ്കിൽ ഈ രണ്ടു കാര്യങ്ങളും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവയായിത്തീരും. സന്തോഷവും അർത്ഥവും ഒരുമിക്കുന്ന ജീവിതം വളരെ നാടകീയമായിരിക്കണമെന്നില്ല. വലിയ വിജയങ്ങൾ, വലിയ കയ്യടികൾ, വലിയ മാറ്റങ്ങൾ ഇവ ഇക്കിഗായുടെ നിർബന്ധ ഘടകമല്ല. മറിച്ച് ജീവിതത്തിന്റെ സാധാരണ ദിവസങ്ങളിലാണ് ഇക്കിഗായ് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, ദിവസത്തെ പൂർണ്ണമായി അനുഭവിക്കാനുള്ള ഒരു മനസ്സ്, ഇവയിലൂടെയാണ് സമതുലിതാവസ്ഥ രൂപപ്പെടുന്നത്. ഇക്കിഗായ് നമ്മോട് അമിതമായ പ്രതീക്ഷകൾ വെക്കാൻ പറയുന്നില്ല. എല്ലാ ദിവസവും സന്തോഷവാനായിരിക്കണം എന്ന ചിന്ത തന്നെ മനുഷ്യനെ തളർത്തുന്നു. ഇക്കിഗായ് പറയുന്നത് എല്ലാ ദിവസവും അർത്ഥമുള്ളവനായിരിക്കണം എന്നതാണ്. സന്തോഷം ചില ദിവസങ്ങളിൽ ശക്തമായി വരും, ചില ദിവസങ്ങളിൽ ചെറുതായേ വരികയുള്ളൂ. പക്ഷേ അർത്ഥം നിലനിൽക്കുമ്പോൾ ജീവിതം ശൂന്യമാകില്ല. സന്തോഷവും അർത്ഥവും തമ്മിലുള്ള ഈ സമതുലിതാവസ്ഥ മനുഷ്യനെ സ്വാഭാവികതയുള്ളവനാക്കുന്നു. സ്വന്തം കഴിവുകളെ അമിതമായി വലുതാക്കേണ്ടതില്ല, പരാജയങ്ങളെ അമിതമായി ഭയപ്പെടേണ്ടതില്ല. ജീവിതം ഒരു മത്സരമല്ല, ഒരു യാത്രയാണെന്ന ബോധ്യം വരുമ്പോൾ താരതമ്യം പതുക്കെ മങ്ങും. ഈ മങ്ങലിലാണ് ഇക്കിഗായുടെ ശാന്തത ഒളിഞ്ഞിരിക്കുന്നത്. ജാപ്പനീസ് ജീവിത ദർശനത്തിൽ ഇക്കിഗായ് ദീർഘായുസിന്റെ ഒരു രഹസ്യമായി പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം ഇക്കിഗായ് ഉള്ളവർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നില്ല. അവർ ഓരോ ദിവസത്തെയും ഓരോ അർത്ഥത്തോടെ സ്വീകരിക്കുന്നു. ജോലി മാത്രമല്ല, വിശ്രമവും ബന്ധങ്ങളും സേവനവും എല്ലാം ഇക്കിഗായുടെ ഭാഗങ്ങളാണ്. സന്തോഷം തേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതം ജീവിക്കാൻ തുടങ്ങാം. അർത്ഥം കണ്ടെത്താൻ ജീവിതം മാറ്റിവെക്കേണ്ടതില്ല. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിനുള്ളിൽ തന്നെ ഇക്കിഗായ് വളർത്താം. ചെറിയ ശ്രദ്ധ, ചെറിയ സത്യസന്ധത, ചെറിയ സമർപ്പണം, ഇവയാണ് അതിന്റെ വളർച്ചാ മൂല്യങ്ങൾ. ഇക്കിഗായ് ഒരിക്കലും പൂർണ്ണമായ ജീവിതം വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷേ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം അത് ഉറപ്പു നൽകുന്നു. ഓരോ ദിവസവും ഒരു കാരണമുണ്ടാകുമ്പോൾ ജീവിതം ഭാരമല്ലാതെ അനുഭവമായി മാറും. അവസാനം ഇക്കിഗായ് നമ്മോട് ഒരു ശാന്തമായ ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും സന്തോഷമുണ്ടായിരുന്നോ എന്നല്ല, നിങ്ങൾക്ക് എല്ലാ ദിവസവും ജീവിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നോ എന്നതാണ്. ആ ചോദ്യത്തിന് ഹൃദയപൂർവ്വം ഉണ്ട് എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾ സന്തോഷവും അർത്ഥവും ഒരുമിക്കുന്ന ഇക്കിഗായ് ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.